فقد فاز فوزا عظيما. أما بعد إخواني في الله أوصيكم بتقوى الله. أعوذ بالله من الشيطان الرجيم. ولا تفسدوا في الأرض بعد إصلاحها وادعوه خوفا وطمعا إن رحمة الله قريب من المحسنين. വിശ്വാസികൾ സർവശക്തനായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിച്ച് ജീവിക്കണമെന്ന് എല്ലാവരോടും വസിയത്ത് ചെയ്യുന്നു. വത്തഖുല്ലാഹ മസ്തതാഅതും. സഹോദരന്മാരെ, ഏത് നിമിഷവും ഈ ദുനിയാവിനോട് വിട പറയേണ്ടവരാണ് എന്ന ബോധത്തോടു കൂടിയായിരിക്കണം നമ്മുടെ ഓരോ കാലടിയും നാം മുന്നോട്ട് വെക്കേണ്ടത്. അത്തരം ഭക്തന്മാരുടെ കൂട്ടത്തിൽ റബ്ബ് തമ്പുരാൻ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. സഹോദരന്മാരെ, ഇസ്ലാമിക ശരീഅത്ത് മനുഷ്യന്റെ നന്മയ്ക്ക് എന്തൊക്കെ ആവശ്യമാണോ ആ കാര്യങ്ങളൊക്കെ ഇവിടെ വിശദീകരിച്ചു തന്നിട്ടുണ്ട്. മാത്രമല്ല, മനുഷ്യന്റെ തിന്മക്ക് പാത്രീഭൂതമാകുന്ന ഏത് കാര്യങ്ങളാവട്ടെ, അഴിമതികളാവട്ടെ, മറ്റ് തിന്മയുടെ മറ്റേത് ഐറ്റമാവട്ടെ, ആ കാര്യത്തെ പറ്റിയൊക്കെ അതിശക്തമായ ഭാഷയിൽ ഇസ്ലാമിക ശരീഅത്ത് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ നമ്മെ കേൾപ്പിക്കുന്നത്, വകദാലിക അൻസൽനാഹു ഖുർആനൻ അറബിയ്യ വസറഫ്നാ ഫീഹി മിനൽ വഈദ് ലഅല്ലകും യത്തഖൂൻ ഔ യുഹ്ദിസു ലഹും ദിക്റ. ഈ വിശുദ്ധ ഖുർആനിനെ അറബി ഭാഷയിലുള്ള ഖുർആനിനെ നാം ഇറക്കി അറബി ഭാഷയിൽ പാരായണം ചെയ്യപ്പെടുന്ന ഖുർആനായിട്ട് നാം ഇതിനെ അവതരിപ്പിച്ചു. മാത്രമല്ല, എല്ലാവിധ താക്കീതുകളെ സംബന്ധിച്ച് നാം അതിൽ വിശദീകരിച്ചിട്ടുണ്ട്. എന്തിനാണത്? ആളുകൾ തഖ്വയുള്ളവരാവാൻ അല്ലെങ്കിൽ ബോധമുള്ളവരാവാൻ എന്നതാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കും. അപ്പോൾ ഈ വിശുദ്ധ ഖുർആൻ നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും, നന്മയുടെ ഭാഗവും ഇന്നത് നന്മയാണ് ഇന്നത് തിന്മയാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്, അല്ലാഹു തആല പഠിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല സഹോദരന്മാരെ, ഈ ഭൂമുഖത്ത് മനുഷ്യന്റെ നന്മയ്ക്ക് എന്തൊക്കെ ആവശ്യമാണോ അതൊക്കെ അള്ളാഹു അവതരിപ്പിച്ചിട്ടുണ്ട്. വേദഗ്രന്ഥങ്ങൾ ഇറക്കിയിട്ടുണ്ട്, പ്രവാചകന്മാരെ അള്ളാഹു തആല നൽകിയിട്ടുണ്ട്, തെളിവുകൾ നൽകിയിട്ടുണ്ട്, മനുഷ്യന്റെ ബുദ്ധി നൽകിയിട്ടുണ്ട്. മറ്റു കാര്യങ്ങളൊക്കെ ഇതര ജീവികളിൽ നിന്നൊക്കെ മനുഷ്യനെ മുക്തമാവാൻ പറ്റുന്ന, വേർതിരിക്കുന്ന ഒരുപാട് കഴിവുകൾ മനുഷ്യന് നൽകി. എന്നിട്ടും മനുഷ്യൻ അന്യായവും അതേപോലെ തന്നെ അഴിമതിയും പ്രവർത്തിക്കുന്നവരാണ്. വിശുദ്ധ ഖുർആൻ ഈ കാര്യം വളരെ ഗൗരവമായി താക്കീത് നൽകിയിട്ടുണ്ട്. വലാ തുഫ്സിദൂ ഫിൽ അർദ് ബഅദ ഇസ്ലാഹിഹ. ഭൂമിയിൽ നിങ്ങൾ നന്മ ഉണ്ടാക്കിയത് വെച്ചതിന് ശേഷം വീണ്ടും നിങ്ങൾ അഴിമതി ഉണ്ടാക്കാൻ പാടില്ലതല്ല, ഫസാദ് പ്രവർത്തിക്കരുത്. വദ്ഉഹു ഖൗഫൻ വതമഅ. അള്ളാഹുവിന്റെ നരകത്തെ ഭയപ്പെട്ടുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. അള്ളാഹുവിന്റെ സ്വർഗം കാംക്ഷിച്ചുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. ഇന്ന റഹ്മത്തുല്ലാഹി ഖരീബും മിനൽ മുഹ്സിനീൻ. തീർച്ചയായും അള്ളാഹുവിന്റെ കാരുണ്യം സുഹൃത്തം ചെയ്യുന്നവര്, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നവരോട് അള്ളാഹുവിന്റെ കാരുണ്യം വളരെ സാമീപ്യത്താണ് എന്ന് അള്ളാഹു തആല. സഹോദരന്മാരെ, ഇവിടെ ചിന്താവിഷയം ഭൂമിയിൽ നന്മ ഇസ്ലാഹ് ഉണ്ടാക്കി വെച്ചതിന് ശേഷം എന്തൊക്കെ ഇസ്ലാഹാണ് അള്ളാഹു തആല ഭൂമിയിൽ ഉണ്ടാക്കി വെച്ചത് അതൊക്കെ നൽകിയിട്ട് വേദഗ്രന്ഥങ്ങൾ നൽകിയിട്ടുണ്ട്, വിശുദ്ധ ഖുർആൻ നമുക്ക് മുമ്പിലുണ്ട്, പ്രവാചകന്റെ അധ്യാപകങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. അതൊക്കെ ഉണ്ടായിട്ടും ആളുകൾ ഇന്ന് ശിർക്ക് ചേർക്കുന്നവരാണ്. ആലോചിച്ചു. അതുകൊണ്ടാണ് വദ്ഉഹു ഖൗഫൻ വതമഅ. ആളുകൾ ഇന്ന് പ്രാർത്ഥിക്കുന്നത് നരകത്തെ ഭയപ്പെട്ടുകൊണ്ടല്ല, സ്വർഗത്തെ കാംക്ഷിച്ചുകൊണ്ടല്ല. വിശുദ്ധ ഖുർആൻ പറയുന്നത് നിങ്ങൾ നരകത്തെ ഭയപ്പെട്ടുകൊണ്ടും അള്ളാഹുവിൻ നൽകിയിട്ടുള്ള സ്വർഗം കാംക്ഷിച്ചുകൊണ്ടുമായിരിക്കണം നിങ്ങൾ അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്നത്, മറ്റൊരു കാരണത്താലല്ല. ആലോചിച്ച് നോക്കും സഹോദരന്മാരെ. അതുകൊണ്ടാണ് മനുഷ്യൻ ചെയ്യുന്ന അഴിമതികളുടെ കൂട്ടത്തിൽ ഏറ്റവും ഭീകരമായ, ഗുരുതരമായ ഒരു അഴിമതിയാണ് ശിർക്ക് എന്ന് പറയുന്നത്. ഏറ്റവും വലിയ കുറ്റകൃത്യം, മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും ഹീനമായ
കുറ്റകൃത്യമായിട്ടാണ് വിശുദ്ധ ഖുർആൻ ഈ അഴിമതിയെ അഥവാ ശിർക്കിനെ എണ്ണിയിട്ടുള്ളത്. അല്ലാഹു തആല അതിന് ഉപയോഗിച്ചിട്ടുള്ള പദം തന്നെ കുറ്റകൃത്യം എന്നുള്ള പദപ്രയോഗമാണ്. ഇന്നഹു മൻ യഅതി റബ്ബഹു മുജ്രിമൻ ഫഇന്ന ലഹു ജഹന്നം ലാ യമൂതു ഫീഹാ വലാ യഹ്യ. ആരാണോ തന്റെ രക്ഷിതാവിന്റെ അടുക്കൽ കുറ്റവാളിയായി ചെല്ലുന്നത് അവന് നരകമാണുള്ളത്. ആ നരകത്തിൽ അവന് മരണമില്ല, ജീവിതവുമില്ല. വമൻ യഅതിഹി മുഅ്മിന, റബ്ബിന്റെ അടുക്കൽ സത്യവിശ്വാസിയായി കൊണ്ട് ആര് വരുന്നുവോ, ഖദ് അമില സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ളവരായ നിലയിൽ, ഫഉലൈക ലഹുമുദ് ദറജാത്തുൽ ഉല, അവർക്ക് ഏറ്റവും അത്യുന്നതമായ പദവികളാണുള്ളത്. അഥവാ ആ സ്വർഗത്തിൽ ഒരുപാട് പദവികളുണ്ട്. ആ സ്വർഗമാണ് അവർക്കുള്ളത് വിശ്വാസിയായി മരിച്ചു ചെല്ലുന്നവന് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുക. അതുകൊണ്ട് സഹോദരന്മാരെ, നാം ഒക്കെ ചിന്തിക്കേണ്ട ഒരു വലിയ വിഷയമാണ് മരണസമയത്ത് ആ ശിർക്കുമായി മരണപ്പെടുന്ന ഒരവസ്ഥ നമുക്കുണ്ടാവരുത്. ഒരു പക്ഷെ ചില ആളുകളൊക്കെ മരണസമയത്ത് ശിർക്കില്ലാതെ പോയി വരും. പക്ഷേ അവനറിയാതെ അവനെ പിടികൂടുന്ന പിന്നെ മുസ്ലിം അംഗമാണ്, മെമ്പറാണെന്ന നിലക്ക് അവനെ പിടികൂടുന്ന മറ്റൊരു വലിയ വൻചിതലുണ്ട്. അതാണ് ബിദ്അത്ത് എന്ന് പറയുന്ന സഹോദരന്മാരെ. ബിദ്അത്ത് ചെയ്യുന്ന ഒരാള് ഒരിക്കലും ഞാൻ ചെയ്യുന്നത് ബിദ്അത്താണെന്ന് അവന് മനസ്സിലാവൂല. അവര് പ്രവർത്തിക്കുന്നതൊക്കെ നന്മയാണ്. യഹ്സബൂന അന്നഹും യഹ്സിനൂന സുൻആ, അവര് പ്രവർത്തിക്കുന്നതൊക്കെ നന്മയാണ് എന്നാണ് ബിദ്അത്ത് ചെയ്യുന്ന ആളുകൾ കണക്ക് കൂട്ടുന്നത്. അങ്ങനെ ബിദ്അത്ത് ചെയ്യലാണ് ഇബ്ലീസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇഷ്ടമുള്ളത്. കാരണം ഒരിക്കലും ബിദ്അത്ത് ചെയ്യുന്ന ഒരാള് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള, തൗബ ചെയ്യാനുള്ള ഒരു മാർഗം അവന്റെ അടുത്തൊന്നും ഉണ്ടാവില്ല. മറിച്ച് ശിർക്കാണ് ചെയ്യുന്നതെങ്കിൽ അവനത് തെറ്റാണെന്ന് മനസ്സിലാവുകയും ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു അവസരത്തിൽ ഒരു പക്ഷാതാപബോധം അവന്റെ മനസ്സിൽ ഉണ്ടാവാനും സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇബ്ലീസിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ബിദ്അത്താണ്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ, ശിർക്കും ബിദ്അത്തുമായി നാളെ മരിച്ചു ചെല്ലുമ്പോൾ ഭയാനകമായ അവസ്ഥയാണ് നമുക്കുണ്ട്. അതേപോലെ അഴിമതികളുടെ കൂട്ടത്തിൽ ഇന്ന് സമൂഹത്തെ കാർന്നു തിന്നുന്ന ഏറ്റവും വലിയ അഴിമതിയാണ് ധാർമ്മികമായ ആശോഷണം, ആ വ്യതിയാനം, മൂല്യങ്ങളിലുള്ള ആശോഷണം എന്ന് പറയുന്നത്. അത് നോക്കൂ നിങ്ങൾ, എന്തുകൊണ്ടാണ് വിശുദ്ധ ഖുർആനും പ്രവാചകന്റെ സുന്നത്തും തിന്മകളായ എല്ലാ തിന്മകളെയും അത് നിരോധിച്ചിട്ടുണ്ട്. എന്തൊക്കെ തിന്മയുടെ ഭാഗങ്ങളുണ്ടോ അവിടേക്ക് നിങ്ങൾ കാലെടുത്ത് വെക്കരുത് എന്ന് ആ ബാബ് തന്നെ, ആ ഗേറ്റ് തന്നെ ഇസ്ലാം കൊട്ടിയടച്ചിട്ടുണ്ട്. എന്തൊക്കെ നന്മയുടെ വാതിലുണ്ടോ ആ വാതിലൂടെ നിങ്ങൾ കടന്നു വരണമെന്ന് ഇസ്ലാം കൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ടും ഈ കൽപ്പനകളും ഈ ശക്തമായ രൂപത്തിൽ അഴിമതികൾക്കെതിരെയുള്ള ഈ ശക്തമായ ഇതുണ്ടായിട്ടും, കൽപ്പനകൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് നാം ഇങ്ങനെ പരീക്ഷണത്തിൽ ജീവിക്കുന്നത്? നമുക്ക് ആ ദീനീബോധം ഇല്ലാതെയായി പോകുന്നു. ദീനീബോധം, ആ ദീനിയായ ആ കാര്യങ്ങള് നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകന്നു അങ്ങനെ ഒരു കാലഘട്ടം വരും എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സതകൂനു ഫിത്ന, ഫിതൻ ഉണ്ടാകും, കുഴപ്പങ്ങൾ ഉണ്ടാകും. ആ കുഴപ്പങ്ങൾ ഉണ്ടാകുമ്പോൾ അങ്ങനെ ഒരു കാലം വരും. അൽ ഖാഇദു ഫീഹാ ഖൈറും മിനൽ ഖായിം, ആ കുഴപ്പമുണ്ടാകുന്ന കാലഘട്ടത്ത് നിൽക്കുന്നവനേക്കാൾ മികച്ചവൻ ഇരിക്കുന്നവനാവും. വൽ ഖായിമു ഫീഹാ ഖൈറും മിനൽ മാശി, ആ നിൽക്കുന്നവനാകും നടക്കുന്നവനേക്കാൾ മികച്ചവൻ. വൽ മാശി ഫീഹാ ഖൈറും മിനസ് സായി, ഓടുന്നവനേക്കാൾ മികച്ചവൻ നടന്നു പോകുന്നവനായിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ രൂപത്തിലുള്ള കുഴപ്പങ്ങൾ ലോകത്തുണ്ടാകും എന്നുള്ളതാ. എന്നിട്ട് റസൂൽ പറയാ, വമൻ യുശ്രിഫു ലഹ്, ആരാണോ ആ കുഴപ്പത്തിന് വാതിൽ തുറക്കുന്നത്, തസ്തശ്രിഫു, ആ വാതിലൂടെ അവൻ അങ്ങനെ കടന്നു പോകും എന്നുള്ള. വമൻ വജദ മൽജഅൻ ഔ മആദൻ ഫൽയഅദ് ബിഹി, ആരാണോ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അഭയസ്ഥാനം കണ്ടെത്തുന്നത് എങ്കിൽ ആ അഭയസ്ഥാനം അവൻ തേടിക്കൊള്ളട്ടെ, അതിൽ നിന്ന് അവൻ രക്ഷ തേടിക്കൊള്ളട്ടെ എന്ന്, ആ അഭയസ്ഥാനം മൂലം അവൻ രക്ഷ തേടിക്കൊള്ളട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് സഹോദരന്മാരെ. അപ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വിശ്വാസ കാര്യങ്ങളിലുള്ള അഴിമതി. രണ്ടാമത്തത് ധാർമ്മിക കാര്യങ്ങളിലുള്ള ഈ അഴിമതി. ഈ അഴിമതികളൊക്കെ ഉണ്ടാവാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മുടെ മനസ്സിന്റെ ഫസാദാണ് സഹോദരന്മാരെ. മനസ്സ് കേടുവന്നാൽ, ഹൃദയം കേടുവന്നാൽ, അവൻ പ്രവർത്തിക്കുന്ന അവന്റെ അവയവങ്ങളിലെ എല്ലാ പ്രവർത്തനങ്ങളും ഫസാദാകും എന്നുള്ളത്. മനസ്സ് നന്നായാൽ
ആ ഹൃദയം നന്നായാൽ മനുഷ്യന്റെ പ്രവർത്തനങ്ങളൊക്കെ ശുദ്ധമാകും എന്നതാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു അൻഹു പറയാണ്, ഖാൽ സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ അലാ ഇന്ന ഫിൽ ജസദി മുദ്ഗ, മനുഷ്യന്റെ ശരീരത്തിൽ ഒരു മാംസകഷ്ണമുണ്ട്. ഇദാ സലഹത്ത് സലഹൽ ജസദു കുല്ലു, ആ മാംസകഷ്ണം ശരിയായാൽ ശരീരം മുഴുക്കെ നന്നായി. വഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലു അലാ വഹിയൽ ഖൽബ്, ആ മാംസകഷ്ണം കേടുവന്നാൽ ശരീരം മുഴുക്കെ കേടുവന്നു എന്ന് പ്രവാചകൻ തിരുമേനി പറയുന്നത് എന്തിനാ? മനുഷ്യന്റെ ഹൃദയത്തെ സംബന്ധിച്ചാണ്, ആ കൽബിനെ സംബന്ധിച്ചാണ്. അതുകൊണ്ട് ആ കൽബ് ശുദ്ധീകരിച്ചാൽ, അതിന് വ്യതിയാനമൊന്നും സംഭവിച്ചിട്ടില്ല എങ്കിൽ അവന്റെ അവയവങ്ങളെ ഭരിക്കുന്ന ഭരണകർത്താവായ ആ കൽബ് നന്നായാൽ അവന്റെ അവയവങ്ങളിലൂടെ വരുന്ന പ്രവർത്തനവും ശുദ്ധമാകും എന്നതാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, മരണത്തിനു മുമ്പ് നമ്മുടെ ഭാഗത്ത് നിന്ന് ഈ രൂപത്തിലുള്ള ഏറ്റവും വലിയ അഴിമതിയായ ശിർക്കും ബിദ്അത്തും അതേപോലുള്ള ബിദ്അത്ത് വരുന്നുണ്ടോ, അഴിമതികൾ വരുന്നുണ്ടോ എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കണം. അങ്ങനെ ജീവിതം മുന്നോട്ട് നയിക്കുന്ന മുത്തക്കിയുടെ കൂട്ടത്തിൽ റബ്ബ് തമ്പുരാൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഇഖ്വാനി ഫില്ലാഹ്, ഉസീകും ബിതഖ്വല്ലാഹ്. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ് വത്തഖുല്ലാഹ് ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. വിശ്വാസികളെ, ഇസ്ലാം അഴിമതികളുടെ ഏതൊക്കെ രൂപങ്ങളും ഭാവങ്ങളുമുണ്ടോ അതിനോടൊക്കെ ഇസ്ലാം പോരാടിയിട്ടുണ്ട്. ആ ഭാവങ്ങളിൽ, ആ രൂപങ്ങളിൽപ്പെട്ടതാണ് കുഞ്ചിസ്ഥാനം ഏൽക്കുന്ന ആളുകൾ. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ പിന്നെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവാണല്ലോ. അപ്പൊ കുറെ ആളുകൾ പ്രസിഡന്റ് ആവും, കുറെ ആളുകൾ MLA-മാരാവും, കുറെ ആളുകൾ മന്ത്രിമാരാവും, കുറെ ആളുകൾ കുഞ്ചിസ്ഥാനത്തിരിക്കും, കുറെ ആളുകളെ ഒഴിവാക്കും ചെയ്യും. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഈ സ്ഥാനത്തിരിക്കുന്ന ആളുകളുടെ ഭാഗത്തു നിന്ന് ഒരിക്കലും അഴിമതി ഉണ്ടാവാൻ പാടുള്ളതല്ല. സ്വന്തം ലാഭം, സ്വകാര്യ താല്പര്യങ്ങൾക്ക് വേണ്ടി ഒരിക്കലും പ്രവർത്തിക്കാൻ പാടുള്ളത്. പൊതു സമ്പത്ത്, ബൈത്തുൽ മാലിലെ സമ്പത്ത് അത് കയ്യേറാനും പാടില്ല. എന്താ തെളിവ്? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ ഇബ്നു ലുത്ബിയ എന്ന് പറയുന്ന ഒരു സഹാബിയെ ബനു സുലൈം ഗോത്രത്തിലെ സകാത്ത് പിരിക്കാൻ വേണ്ടി നിയമിച്ചു. അങ്ങനെ അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് കണക്ക് ചോദിച്ചു. ഖാല, ആ സന്ദർഭത്തിൽ അയാൾ പറയാണ്, ഹാദാ മാലിക്കും, ഇതാ എനിക്ക് പിരിച്ചു കിട്ടിയ പിന്നെ സമ്പത്ത് സദക്കയൊക്കെ ഇതാണ്. വഹാദാ ഹദിയ, ഇത് എന്റെ ഹദിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ കേറിക്കൊണ്ട് ഇങ്ങനെ പറയാണ്, ഹന്തും സനാത്തും ഒക്കെ ചൊല്ലിയതിനു ശേഷം, അമ്മാബദ് ഫഇന്നി അസ്തഅമിലു റജുല മിൻകും അലൽ അമൽ മിമ്മാ ബല്ലാനി അല്ലാഹ്, അല്ലാഹ് എന്നെ ഏൽപ്പിച്ച ഒരു കാര്യത്തിൽ ആ ജോലി നിങ്ങളിൽ നിന്നുള്ള ഒരാളെ ഞാൻ ഏൽപ്പിച്ചിട്ട് എന്നിട്ട് അയാൾ എന്നോട് വന്ന് പറയാണോ ഇത് നിങ്ങൾക്കുള്ളതാണ്, ഇത് എന്റെ ഹദിയാണ്, എനിക്ക് ഹദിയായിട്ട് കിട്ടിയതാണ് എന്ന് പറയും. അഫലാ ജലസ ഫീ ബൈതി അബി വ ഉമ്മി ഹത്താ തഅതിയഹു ഹദിയതു, അവന്റെ ആ ഹദിയ അവന്റെ വീട്ടിൽ തന്നെ അവന് ഇരുന്നാ പോരെയെന്ന്. ബാപ്പയുടെ ഉമ്മയുടെ വീട്ടിൽ നിന്ന് ആ സ്വന്തം വീട്ടിൽ ഇരുന്നാ പോരായിരുന്നോ? അവിടുന്ന് തന്നെ ആ ദാനം അവന് ലഭിക്കില്ലേ? വല്ലാഹി, എന്നിട്ട് റസൂലുള്ള വാണി നൽകി നോക്കൂ നിങ്ങൾ, വല്ലാഹി ലാ യഖുദു അഹദും മിൻകും ഷൈഅൻ ബിഗൈരി ഹഖ്ഖി, ന്യായമല്ലാത്ത രൂപത്തിൽ നിങ്ങളിൽ ഒരാളും തന്നെ ഒന്നും തന്നെ എടുക്കാൻ പാടുള്ളതല്ല. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇല്ലാ ലക്കി അല്ലാഹ യഅ്മിലുഹു യൗമൽ ഖിയാമ, പുനരുത്ഥാന നാളിൽ അത് ആ കവർന്നെടുത്ത സമ്പത്തുമായി അവൻ അത് വഹിച്ചുകൊണ്ട് അന്ത്യനാളിൽ വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ, വിവിധങ്ങളായ രൂപങ്ങളിലൂടെ, മാർഗങ്ങളിലൂടെ അഴിമതികളുടെ കൂമ്പാരങ്ങൾ, ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ നമുക്കൊക്കെ മുമ്പിലൂടെ വരുമ്പോൾ അതൊരു ചെറിയ ഉദ്യോഗസ്ഥനായിരുന്നാൽ പോലും ആ ഉദ്യോഗസ്ഥൻ പ്രവർത്തിക്കുന്നത് അനർഹമാണെങ്കിൽ അവൻ അഴിമതിക്കാരനാണ്. കഴിക്കൂലി വാങ്ങുന്നവൻ അഴിമതിക്കാരനാണ്. സ്വന്തക്കാരെ പിൻവാതിലൂടെ നുഴഞ്ഞ് കയറ്റുന്നവൻ, ജോലിയിൽ കയറ്റുന്നവൻ അഴിമതിക്കാരനാണ്. അർഹപ്പെട്ടവരുടെ അവകാശം കൊടുക്കാതെ പിടിച്ചു വെക്കുന്നവൻ അഴിമതിക്കാരനാണ്. എന്താ തെളിവ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ഇന്ന റിജാലൻ യതഖവ്വലൂന ഫീ മാലില്ലാഹ്, പൊതുസമ്പത്തിൽ അള്ളാഹുവിന്റെ മാലിൽ പിന്നെ അത് പാഴാക്കുന്ന, അതിൽ ഇടവഴകിക്കൊണ്ട് ആ സമ്പത്ത് പാഴാക്കി കളയുന്ന ആളുകൾ ബിഗൈരി ഹഖ്ഖിൻ, അവകാശം കൂടാതെ, ന്യായമല്ലാതെ,
ഫലഹുമുന്നാർ യൗമുൽ ഖിയാമ. അവർക്ക് വരാൻ പോകുന്നത് നരകമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ, വളരെ ചിന്തിക്കേണ്ട വിഷയമാണ് അഴിമതി. അതിലേറ്റവും ഗുരുതരമായതാണ് ശിർക്ക്. ഇത്തരം അഴിമതികൾ നമ്മുടെ ജീവിതത്തിലൂടെയൊക്കെ കടന്നു പോകുന്നുണ്ടോ എന്ന് ഓരോ നിമിഷവും നാം ആത്മവിചാരണ ചെയ്യണം. അങ്ങനെ ആത്മവിചാരണ ചെയ്യുന്നവ മുത്തക്കികളുടെ കൂട്ടത്തിൽ, ഭക്തന്മാരുടെ കൂട്ടത്തിൽ റബ്ബ് തമ്പുരാൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അറിയാതെ നമ്മളിൽ നിന്ന് വന്നു പോയിട്ടുള്ള അഴിമതിയുടെ ഏതെങ്കിലും ഒരു ഐറ്റം ഉണ്ടെങ്കിൽ അള്ളാഹു അതൊക്കെ പുറത്തുമാപ്പാക്കി അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു നമ്മെ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് കടന്നുപോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ കുടുംബക്കാർ, ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ, ഞങ്ങളുടെ ഉസ്താദുമാർ, ഞങ്ങളുടെ സംഘടനാ പ്രവർത്തകർ, സഹോദരി സഹോദരന്മാർ, അവർക്കൊക്കെ മഗ്ഫിറത്തും മർഹമത്തും നൽകി നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അവരോടൊപ്പം നാളെ നീ ഒരുമിച്ച് കൂട്ടണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ ആതി നുഫൂസനാ തഖ്വാഹാ വദക്കിഹാ അൻത ഖൈറു മൻ സക്കാഹാ അൻത വലിയുഹാ വമൗലാഹാ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ.